രശ്മി എപ്പോഴാ കാണുന്നത് സജുവിനെ? തോന്നുന്നു മിണ്ടി പോലെ. ഞാൻ രശ്മിയോട് ചോദിക്കട്ടെ, എപ്പോഴാ കാണുന്നത് രശ്മി? നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ സാജുവിന്റെ ഡാൻസ് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നതാ. ക്ലാസിക്കൽ ഡാൻസ് RLVയിൽ ഡിപ്ലോമ പഠിച്ചതാണ്. സാജു ഡാൻസ് ചെയ്യോ? ഞാനാ ഡാൻസറാണ് ഞാൻ. രശ്മി ഡാൻസ് ചെയ്യുമായിരുന്നു, നേരത്തെ ചെയ്യുമായിരുന്നു. സിനിമാറ്റിക് ഡാൻസ്. രശ്മി വന്നേ പിന്നെ നിന്നോ? ഞങ്ങൾ രണ്ടുപേരും നിർത്തിയല്ലോ, അതുകൊണ്ട് സാജു മാത്രല്ല സ്കൂളും പൂട്ടിച്ച് 100 കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന സ്കൂളായിരുന്നു. ഞങ്ങൾ ഡാൻസ് രണ്ടുപേരും ഡാൻസ്, ഇത് ക്ലാസിക്കൽ, ഞാൻ സിനിമാറ്റിക്. അങ്ങനെ ഈസ്റ്റേണും വെസ്റ്റേണും കൂടി കഴിയുമ്പോൾ അവിടെ മൊത്തം നാട് ക്ലാസ്സും പൊളിഞ്ഞ് എല്ലാം പൊളിഞ്ഞ് ഞങ്ങളുടെ കല്യാണത്തോടുകൂടി നേരെ വന്ന് ഷട്ടർ വീണ് ക്ലാസ്സിൽ. അത്രക്ക് വിവാദമായ കല്യാണമായിരുന്നു. ആ വിവാദം എന്ന് പറഞ്ഞേ? ആ വിവാദം ഞാൻ പറയാൻ രശ്മി പറഞ്ഞു. ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ മടുത്തിയായിരുന്നു. അങ്ങനെ വിവാദമൊന്നും ആയിരുന്നില്ല, ഇഷ്ടമായി എന്നെ വിളിച്ചുകൊണ്ട് പോന്നു. ഡീറ്റെയിൽ ആയിട്ട് ചേട്ടയ്യ എനിക്ക് പറയാൻ നല്ലത്, എന്നേക്കാളും നല്ല ചേട്ടയ്യ. പറഞ്ഞോ? അതെ, സാജിന്റെ ഡാൻസ് സ്കൂളിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ആളില്ലാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാ. വിളിച്ചെന്ന് വെച്ചാൽ എൻ്റെ അമ്മച്ചീൻ്റെ ചേച്ചിയുടെ മോൻ സാജിന്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ചേട്ടായി വഴിയാണ് എന്നെ വിളിച്ചത്. വിളിച്ചു ചെന്നു, കണ്ടു, കുറച്ച് ദിവസമൊക്കെ ഡാൻസൊക്കെ പഠിപ്പിച്ചു. പിന്നെ ഇഷ്ടം തുടങ്ങി. ചുമ്മാ ഇഷ്ടം തുടങ്ങും. ആരാ പറഞ്ഞേ? സാജു ആണോ രശ്മി ആണോ? അതെ, ഞാൻ തന്നെ പറഞ്ഞത്. എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് തൊഴിൽ ഉണ്ടാവില്ല. ഞാനല്ല ഇതെന്താ വെച്ചാൽ ഒരു ദിവസം ഇഷ്ടമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പേടി കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഞങ്ങൾ ഇയാളുടെ കോളേജിൽ ഞാൻ ചെന്ന് സംസാരിക്കുക. അപ്പോൾ എൻ്റെ അടുത്തൊന്നും അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റിയൊക്കെ അറിഞ്ഞ വിഷയമാവുന്നു. ഞാനപ്പോൾ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞാൽ ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. എവിടെ 23 വയസ്സോളം നേരം ഞാൻ കെട്ടിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല, അത് പറഞ്ഞു. അത് വലിയ കുഴപ്പമില്ല. പിന്നെ അടുത്തായിട്ട് പിടിച്ചു. അങ്ങനെ അത്രേ ഉള്ളൂ. ഞങ്ങൾ ആകെ 3 മാസം പ്രേമിച്ചിട്ടുള്ളൂ. 3 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു. സുഖമായിട്ടൊന്നല്ല, കുറെ കഷ്ടപ്പെട്ട് ജീവിച്ച്. ഇപ്പം ഇത് ഈ പാഷാനംഷാജി വന്ന വരെ അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞങ്ങൾ. കരയേറ്റിയത് രശ്മിയാണ്. കാരണം ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് വേറെ ജോലിക്ക് പോകാന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഡ്രസ്സും കോസ്റ്റ്യൂമൊക്കെ കൊണ്ടിട്ട് കത്തിച്ച് കളഞ്ഞു ഒരു ദിവസം. വേറെ മാർഗ്ഗമില്ല, അത്രക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഈ ചെറിയ പ്രായത്തിൽ ഞങ്ങൾ എന്തുകൊണ്ട് വാടക താമസിക്കുന്നത്, വീട്ടിൽ നിന്നാണ് ആരും വന്ന് നോക്കണം. ഞാൻ അത്ര വലിയ ആരും വരൂലായിരുന്നു ആ സമയത്ത്. അപ്പം അങ്ങനെ ഈ രശ്മിയുടെ അമ്മ അപ്പോൾ ഫുൾ ടൈം ഞങ്ങൾ വന്ന് കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇതുകൊണ്ടൊരു നേട്ടമില്ല. പോയി കഴിഞ്ഞാൽ നമുക്ക് അന്നേരം 150 രൂപ 200 രൂപയൊക്കെയാണ് ഒരു ദിവസം പേയ്മെൻറ്റ് കിട്ടുന്നത്. അതൊന്നും പറ്റൂല, വീടിൻ്റെ വാടക അല്ല. അപ്പം ഞാൻ കോസ്റ്റ്യൂമൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ എന്തെങ്കിലും വർക്കിന് പോകാൻ പോകുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കുറേ പ്രാവശ്യം. എന്നാലും അപ്പം എന്നോട് പറഞ്ഞത് ഈ മിമിക്രി നിർത്തിക്കാൻ തൂങ്ങിച്ചാവുന്നു പറഞ്ഞു വൈഫ്. എന്താ ഇങ്ങനെ മിമിക്രി നിർത്തിയാൽ തൂങ്ങിച്ചാവുന്ന, നീ സമാധാനത്തോടെ ഇല്ല, നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടാക്കും. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ മനോജ് ഗിന്നസ് ഒരു ട്രൂപ്പ് തുടങ്ങണം, കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് കളിക്കാൻ എൻ്റെ കൂടെ ഉള്ളത് പ്രശാന്ത് എന്ന് പറഞ്ഞിടത്ത് അവൻ വിളിച്ചു പറഞ്ഞ് ഈ വന്നോന്ന് പറഞ്ഞു. ഞാൻ നീ പോ, അവൻ്റെ അമ്മ ടീച്ചർ അച്ഛൻ ടീച്ചറൊക്കെയാണ് ഭയങ്കര. അപ്പം നിനക്ക് വീട്ടിൽ ഞാനും കുടിക്കാറുണ്ട്, നീ പോ. ഞാൻ ഇതിപ്പോൾ എനിക്ക് സുഖമാണ്, ഒരു കുഴപ്പമില്ല, വർക്കുണ്ട്. നേരെ ഇവിടെ വന്ന് രശ്മിനെ കണ്ടിട്ട് അവർ പറഞ്ഞിട്ട് പോയി. ഞാൻ വീട്ടിൽ നിന്ന് ചോറൊക്കെ തരുമ്പോഴും വേറെ റൂട്ടൊക്കെ എന്താ പറയാണ്ട് വല്ലാത്തൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ. ഞാൻ എന്താ കിടന്ന് കുറുകണത്. അപ്പം ഇല്ല, പ്രശാന്തൊക്കെ വന്നായിരുന്നു. അവനിവിടെ വന്നായിരുന്നല്ലേ, അവനിവിടെ വന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു അവർ ട്രൂപ്പ് തുടങ്ങുന്ന ചേട്ടൻ പോയി കളിക്കുന്നത്. അവന് തിന്നാൻ കുടിക്കാനൊക്കെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. അതിട്ട് അവൻ പോട്ടെ, നമുക്ക് പോകേണ്ടത്. പിന്നെ ബഹളമായി. അവസാനം ഞാൻ സമ്മതിച്ച് പോകാമെന്ന്. അങ്ങനെ പോയിട്ട് അന്ന് ആ പോയ പോക്ക് ഇപ്പോൾ വരെ എല്ലാം നല്ലതിലേക്ക് വന്നിട്ടുള്ളൂ. ഓരോ വർഷവും ഇങ്ങനെ മെച്ചപ്പെട്ട് ഇപ്പം ഈ ഇരിക്കണം ഞാനായി. ദൈവം അനുഗ്രഹിച്ച് ഇനിയും ഉയർച്ചയിലെത്തട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. അതാണ് സിനിമയിലേക്ക് ഞാൻ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ പടം ആദ്യം എനിക്ക് സിനിമ വന്നായിരുന്നു. ഞാൻ ഒരു ചാനലിൽ റിയാലിറ്റി ഷോ ചെയ്തിട്ടിരുന്ന സമയത്ത് കുറേ സിനിമ അടുപ്പിച്ച് വിളിച്ചവർ. അപ്പോൾ ഫൈനൽ അടുത്ത് കിട്ടണം. അപ്പോൾ ഞങ്ങൾ ഇത്രയും എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ്. അതില്ലെങ്കിൽ പോയി.
അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് നേരെ എന്ന് പറയുന്നത് അതിന് വേണ്ടി ഇങ്ങനെ അതിനിടയ്ക്ക് ഒത്തിരി പ്രാവശ്യം എനിക്ക് പ്രഷർ കൂടുതലും ഒരു ടീം വന്ന് ഒരുത്തം പോകും അങ്ങനെ പോകും പിടിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ സെമി ഫൈനലൊക്കെ ആയപ്പോഴേ ഒരു സിനിമക്ക് വിളിക്കണത് 1 മാസത്തെ ഡേറ്റ്. ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല, ഇത്ര ഞാൻ ഇതായിട്ട് കൊണ്ടുവന്നാൽ ഇത് ഫൈനൽ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അത് ലക്കി സ്റ്റാർ അങ്ങനെ കുറേ 2-3 പടങ്ങൾ അടുപ്പിച്ച് വിളിച്ചു. പിന്നെ ഈ ഫൈനലിൽ പ്രൈസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജിബിച്ചേട്ടൻ്റെ വൈഫ് ഞങ്ങളുടെ സ്ഥിരം ഒരു പ്രേക്ഷക ഞങ്ങളുടെ സ്കിറ്റിൻ്റെ. അപ്പോൾ ജിബിച്ചേട്ടൻ വെള്ളിമൂങ്ങ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞ് ഇന്നൊരാളുണ്ട് ആ ക്യാരക്ടർ ആളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ചേട്ടൻ മിമിക്രിക്കാരൊന്നും വേണ്ടാന്ന് തോന്നി. പിന്നെ ചേച്ചി പിടിച്ച് ഇരുത്തി നിർബന്ധിച്ച് കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ജിബിച്ചേട്ടൻ ഇഷ്ടം. അങ്ങനെയാണ് ജിബിച്ചേട്ടൻ വന്ന് വിളിച്ചതും. ചേച്ചിയാണ് ഞങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുത്തിയത്. അത് ഞാൻ പറയും, എപ്പോഴും പറയും ചേച്ചി ഇൻ്റർവ്യൂവിലാണെങ്കിലും എന്തിനാണെങ്കിലും ചേച്ചിയുടെ കാര്യം ഞാൻ പറയും. ശരിക്കും വെള്ളിമൂങ്ങ തന്നെ ഒരു ഭാഗ്യം പോലെ വന്ന് കയറിയത് അല്ലേ, ലക്കി ബേർഡ്. പിന്നെ ലക്കി ബേർഡ് അതാ ശരിക്കും അതല്ലേ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വഴിതിരിവ്. സാധാരണ വെള്ളിമൂങ്ങ കിട്ടണവർക്കൊക്കെ ജീവൻ ദുരിതമായിരിക്കും പോലീസ് പിടിച്ച്. പക്ഷെ എൻ്റെ കാര്യത്തിൽ വെള്ളിമൂങ്ങ എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി, എല്ലാം കൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. അല്ലെ വെള്ളിമൂങ്ങ പിടിച്ചവരൊക്കെ അത് കഴിഞ്ഞിട്ട് എന്നോട് ദിവസം വിളിച്ച് ചോദിച്ചില്ലേ വെള്ളിമൂങ്ങ ഈ സിനിമ ഇറങ്ങിയ ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പുള്ളി വിളിച്ചു, ഹലോ ഒരു വെള്ളിമൂങ്ങ കിട്ടിയിരുന്നു വേണമെന്ന് ചോദിച്ചു. ഞാനപ്പോൾ വേണമെന്നെങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പം ഞാൻ അകത്ത് കിടന്നേനെ. അത് ആ ടൈം കൊള്ളിച്ച് കറക്റ്റായിട്ട് വെള്ളിമൂങ്ങ ഹിറ്റായി ജീവിതം രക്ഷപ്പെട്ട് ആ ടൈം നോക്കിയിട്ട് ഏതോരുത്തനെ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല, മനപ്പുറം പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ എന്ത് കേട്ടാലും ഞാൻ ഓടിച്ചെല്ലും. പട്ടിക്കുഞ്ഞുണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലും, മലമാമ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിച്ചെല്ലും. അത് പോയില്ല ഭാഗ്യത്തിന്. അല്ല ഞാൻ വീട്ടിൽ അതിനുള്ള സെറ്റപ്പ് ഒക്കെ നമുക്ക് കൊണ്ടുവന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. തിരിച്ച് അയാളെ വിളിച്ചിട്ട് പറയെ കൊണ്ടുവരാനായിട്ട് നമ്മൾ വേണ്ട ജസ്റ്റ് ഒന്ന് കാണുമെങ്കിലും ചെയ്യാലോ നമുക്ക് അതിനെ കൊണ്ടുവന്നിട്ട്. എന്തായാലും ചില സമയങ്ങളിൽ രശ്മിയുടെ തീരുമാനങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഇതൊന്നും അല്ല ചേച്ചി ഞാൻ കാണിച്ചേക്കണതൊക്കെ. ഒരു ദിവസം ഞാൻ അവിടെ എവിടെ മലമ്പാമ്പിനെ പിടിച്ചു, എന്നെ വിളിച്ചു പറയും പാമ്പിനെ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വളർത്തിക്കോളാം. ഞാൻ പോയി ചാക്കി കെട്ടി കൊണ്ടുവന്നപ്പോൾ മലമ്പാമ്പിനെ കൊണ്ടുവന്നേക്കും ഒരു ദിവസം. എന്നിട്ട് വലിയ ഡ്രമ്മിന്റെ ഉള്ളില്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ പാമ്പായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തലയിട്ട് നോക്കിയപ്പോ ഇങ്ങനെ വളഞ്ഞു കിടക്കും വലിയ പാമ്പ്. അപ്പൊ തന്നെ ഓടിച്ചു വഴി കിടക്കണ പട്ടിക്കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് ഇതൊക്കെ ഞാൻ എടുത്തിട്ട് വരും. നോക്കണം മുഴുവൻ ഇയാളും. ഭയങ്കര ഇഷ്ടം. അയ്യോ വഴി കിടക്കുന്ന കില്ലപ്പട്ടിയൊക്കെ എടുത്തോണ്ട് വന്നാൽ കടിക്കുവല്ലേ? അത് കടിക്കും അതിനെ അങ്ങനെ കാണിച്ച് വിളിക്കും. കൂടെ നിങ്ങൾക്ക് തോന്നി അവർക്ക് പറ്റിയ ജോഡിയായിരുന്നു, അതായിരിക്കും കുഴപ്പമുണ്ടാവില്ല. ഇത് എന്നിട്ട് പിന്നെ ചീത്ത പറഞ്ഞു കൊണ്ട് അഴിച്ചു വിട്ടു. അതിനെ വേറെ സ്ഥലത്ത് കൊണ്ടിട്ട് അഴിച്ചു വിട്ടു. അഴിച്ചു വിട്ടില്ല, ആരും ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുപോയി. ഇഷ്ടമൊന്നുമല്ല പാമ്പിനെയൊക്കെ ആരും ഇഷ്ടപ്പെടണം വളർത്താനായിട്ട്. ആദ്യമായിട്ടാ കേൾക്കുന്നത് മലമ്പാമ്പിനെ എടുത്തോണ്ട് വരുന്നത്. രാജവെമ്പാലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോവോ? എന്ത് കിട്ടിയാലും ഞാൻ ഭംഗി അത്രയും ഭംഗിയുള്ള വേറെ ഉണ്ട്. നമ്മുടെ മുഖത്തിന് നല്ല ഭംഗി ഒരു രാജവെമ്പാല പത്തി വിടർത്തി തിന്നാണ്ടല്ലോ, അത് ഭയങ്കര ഭംഗിയാ. കാര്യമായിട്ട് പറഞ്ഞാ നല്ല അഴകല്ലേ പാമ്പ് പത്തി വിടർത്തി കാണാൻ ഭയങ്കര ഭംഗിയാ. ഞാൻ ഉദ്ദേശിച്ചത് എഴഞ്ഞു കിടക്കുന്ന പാമ്പുകൾ, അല്ലാണ്ട് സന്ധ്യ ആകുമ്പോഴുള്ള പാമ്പ് പത്തി വിടർത്തി ആ പാമ്പുകളാ. ഇപ്പൊ ഒത്തിരി അനുഭവങ്ങൾ വന്നിട്ടുണ്ട് ലൈഫില്, ഏറ്റക്കുറച്ചിലൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടില്ലേ? ഏറ്റവും മറക്കാനാവാത്ത എന്നതാ പറ്റിയ? സിനിമയിലാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കയുടെ പടത്തിൽ അഭിനയം. മമ്മൂക്കയുടെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്. മമ്മൂക്കയുടെ പടത്തിൽ അഭിനയിക്കും 10 അഭിനയിക്കാൻ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ചോദിച്ചു മമ്മൂക്കയെന്ന് ചോദിച്ചപ്പോൾ കാരവാനിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കാണാൻ പറ്റുമോ? ഇപ്പോൾ നല്ല ചൂടില്ല, എന്തോ രാവിലെ വഴക്കിട്ടിരിക്കുന്ന. അപ്പോൾ തന്നെ എൻ്റെ കൈകാലം മറക്കാൻ ഫസ്റ്റ് കോമ്പിനേഷൻ സീനാണ്. അപ്പോൾ ശ്രീനിവാസൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ബക്കറ്റിൽ ഞാൻ സോപ്പ് പൊടി എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് എടുത്തിട്ട് പോരുമ്പോൾ പോണു ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഞാനിങ്ങനെ ഒരു ഡോറിൽ കൂടി കടന്നു. ആ ഡോറിൽ 2 കൈയും കുത്തി ഇങ്ങനെ നിൽക്കുകയെ. അപ്പോൾ ഞാൻ പോയിട്ട് ഗുഡ് മോർണിംഗ് സാർ. സാറാ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ, നാക്കിറങ്ങിപ്പോയി. അതായിട്ട് കാണണമല്ലേ. അത് കഴിഞ്ഞ് വന്ന് എനിക്കിങ്ങനെ ചങ്കിടിപ്പാ. അപ്പോൾ സാജു ഇതായിട്ടാ സാജുവിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞ് ഇത്ര ഉണ്ട് മമ്മൂക്കയുടെ മുമ്പില്ല. അപ്പോൾ ഇത് പറഞ്ഞ് ഞാൻ ഒരു കണക്കിന് കുത്തിയിരുന്ന് പഠിച്ചിട്ട് 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ ഓക്കെ കുഴപ്പമില്ല. അപ്പം മമ്മൂക്കനോട് ഡയറക്ടർ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞിങ്ങനെ മാറുമ്പോഴത്തേക്ക് ഷാജി ഈ ഡയലോഗ് പറയട്ടാന്ന് പറഞ്ഞു. അപ്പം മമ്മൂക്ക നോക്കിയിട്ട് ഇതാ പറഞ്ഞാൽ മതി എന്ന് പോയി. പക്ഷെ ഒറ്റ ടേക്കിന് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അത് നമുക്ക് അതിൻ്റെ മോഡുലേഷൻ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. ഒരു പ്രസംഗത്തിൻ്റെ മൂടി പറഞ്ഞു നോക്കാം.
അപ്പോൾ ഞാൻ അങ്ങനെയും പറയപ്പോൾ ഓക്കെ ആ പറഞ്ഞു തരില്ല. ഇപ്പോൾ ഞാൻ 3-4 പടം നമുക്ക് ചോദിച്ചാൽ എല്ലാ പടത്തിലും എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ അങ്ങനെ സത്യം നമുക്ക് ഭയങ്കര സപ്പോർട്ടീവാ. ഞാൻ ഈ പറഞ്ഞ കൂട്ടായിരുന്നേ എന്റെ ഫസ്റ്റ് പടത്തിൽ എന്നെ പേടിയായിരുന്നു. എന്നെ പേടിയായിരുന്നു. ഇത്രയും സൂപ്പർ സ്റ്റാർ നമ്മൾ വർത്താനം പറയോ നമ്മളോട് ദേഷ്യപ്പെടും ഓരോരോ നമുക്ക് അറിയാൻ മേലല്ലോ എന്നാ. പക്ഷെ നമുക്ക് എല്ലാം പറഞ്ഞു തരും ഈച്ച് ആൻഡ് എവറിത്തിങ്. അതിങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ നമുക്ക് ലൊക്കേഷനിൽ വെറുതെ ഇപ്പോൾ തോപ്പൽ ചോപ്പം ചെയ്തിട്ടിരിക്കുക വെറുതെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ 4 പേര് കൂടെ ഉണ്ട് എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ എനിക്കാണെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചതിന് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ല എന്നെ പഠിത്തം നിർത്തിയ ആളാണ്. അല്ല എല്ലാത്തിനും എനിക്കായിരുന്നു പ്രീ ഡിഗ്രി മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ ആബ്സെൻറ്റ് എല്ലാ വിഷയത്തിനും ആയിരുന്നു. ഇന്നലെ A+, അന്ന് A മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അത് വേണ്ടെന്നു. അപ്പോൾ ഈ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര എന്താണ് മലനിരപ്പുകളിൽ ഏറ്റവും വലിയ മലനിരപ്പുകൾ. അയ്യോ അപ്പം ഞാൻ എന്ത് ചെയ്യും ഞാൻ വേറെ റൂമിൽ പോയി വിളിച്ചിരുന്നു. അപ്പം തന്നെ മറ്റേ അസിസ്റ്റൻ്റ് എന്നെ വിളിച്ച് ഭക്ഷണത്തിന് വിളിച്ചിട്ട് വന്നു. അപ്പം ഞാൻ വന്ന് അടുത്തിരുന്നു. അപ്പം മറ്റവർ പെട്ടിരിക്കുകയോ ചോദ്യങ്ങൾ. അപ്പം എന്നോട് ചോദിച്ചു ഭക്ഷണം നമ്മുടെ ഏറ്റവും വലിയ മലനിരപ്പ്. ഞാൻ പറഞ്ഞു ഇക്ക ഞാൻ ഈ വർഷം പരീക്ഷ എഴുതണല്ലാന്ന് പറഞ്ഞു. ഞാൻ അടുത്ത വർഷം എഴുതുന്നുള്ളൂ. അല്ലാതെ ഒരു കാര്യം നടക്കില്ല അവിടെ. നമുക്ക് കുറേ അറിവുണ്ടാകും കാര്യങ്ങൾ. പക്ഷേ ഇത് കേട്ട് പഠിക്കാണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറൊരു കക്ഷി ഇവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി യൂട്യൂബിലെടുത്ത് നോക്കുന്നത്. അവർ അത് വേണ്ട വേറെ ചോദ്യം ചോദിക്കാതെ അറിയും. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യം ഈ പോലീസിൽ നിന്ന് ആദ്യത്തെ കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് പോയല്ലോ. പോലീസ് എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചു വെച്ച്? പോലീസ് പിടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോലീസ് പിടിച്ചിട്ടില്ല. അങ്ങനെ പോലീസ് പിടിച്ചിട്ടില്ല. അല്ല പോലീസ് പിടിച്ചിട്ടില്ല. പക്ഷെ പല ആൾക്കാർ പോലീസിൻ്റെ ആവശ്യമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് സഹായിച്ചിട്ട് എൻ്റെ ബ്രദറിനെ വണ്ടി ഓടിച്ച് പിടിച്ചൊന്നു സ്റ്റേഷനിൽ ചെല്ലുമെന്ന് വെച്ചു. അപ്പം ഞാൻ ചെന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്രദർ എവിടെയെന്ന് വെച്ചപ്പോൾ നമ്മൾ ഈ സന്ധ്യക്കിറങ്ങുന്ന സാധനമില്ലേ ഇപ്പോൾ പറഞ്ഞാൽ അതുപോലത്തെ ഒരു ബ്രദർ തന്നെ അവിടെ നിന്ന് നടന്നു തന്നെ നല്ല ഫിറ്റും. അപ്പം ഞാൻ ഒരുങ്ങി നിന്ന്. അപ്പോൾ ആരെ കൊണ്ടാണ് വന്നത്? ഞാൻ എന്തായാലും എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു അവിടെ. എന്നിട്ട് ഈ പുള്ളി എന്നെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടാ എന്നങ്ങോട്ട് പോയി ഞാൻ പൊക്കോളാം ഇറക്കി ഞാനാരായി എന്തായാലും. അത് ഈ നിൽക്കണില്ല നമ്മളെന്തെങ്കിലും കമ്പ് വെട്ടി വെച്ച് കൊടുക്കണം ഇങ്ങനെ നിൽക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഒരു നെക്രസ്റ്റ് വെച്ച് കൊടുക്കണം എന്നാലേ തല അങ്ങോട്ടും പോയിരിക്കുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര നാണമൊന്ന് SI പറയാം തല പൊങ്ങാഞ്ഞിട്ടാ ഇങ്ങനെ നിൽക്കുകയെ SI നാണിച്ചിട്ട് നിൽക്കണം. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ട്. അല്ലാതെ 1-2 ആവശ്യങ്ങൾ കയറിയിട്ടുണ്ട് പോലീസ് സ്റ്റേഷൻ. പിന്നെ എൻ്റെ ഒത്തിരി SIമാർ എൻ്റെ ആരാധകരുണ്ട്, എൻ്റെ ഇഷ്ടമുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട് നല്ല. ഞാൻ അധികം പോലീസുകാരെ കളിയാക്കിയൊന്നും സ്കിറ്റൊന്നും ചെയ്തിട്ടില്ല. ഇഷ്ടമല്ല ബേസിക്കലി സാജുന അങ്ങനെ ആരെയും കളിയാക്കുന്ന അല്ല കളിയാക്കാം. നമുക്ക് സ്കിറ്റ് കളിയാക്കണം. നമുക്ക് അവർക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ അവർക്കും കൂടി ഇഷ്ടം തോന്നുന്ന രീതിയിൽ കളിയാക്കാം. ഒരു കുഴപ്പമില്ല. എന്നെ സ്കിറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല മെസ്സേജ് കൊടുക്കോ? അല്ല നമ്മൾ ഈ സ്കിറ്റ് കാണുന്ന ആൾക്കാർ ചിരിക്കാൻ നമ്മളൊരു മെസ്സേജ് കൊണ്ട് നാട് നന്നാവില്ല. ഇത്രയും പേര് വന്നാലും നാട് നന്നാക്കൂല. അപ്പം മെസ്സേജ് അവസാനം കൊണ്ട മെസ്സേജിൽ അതിൻ്റെ ആവശ്യമില്ല. സ്കിറ്റ് ചെയ്യുമ്പോൾ നല്ല പൊട്ടിച്ചിരിക്കാനുള്ള ഒരു ക്ലൈമാക്സ് അതാണ്. നമ്മൾ അത്രയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കൂട്ടപടി എത്തിക്കല്ലേ അതുപോലത്തെ ഒരു ക്ലൈമാക്സും കൂടി ചെയ്ത് നിർത്തുക. അല്ല അവിടെ ഗാന്ധിജി വന്നിട്ട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ അത് മിക്കവാറും സ്കിറ്റുകളിലൊക്കെ ഉണ്ടാവും. ഒരു വന്ദേമാതരം ഇട്ടാൽ സ്കിറ്റിന് ഇതായി. അല്ലെങ്കിൽ അത്ര നേരം ചെയ്ത ആൾ തുള്ളി കളി ഭ്രാന്തനായി കഴിഞ്ഞാൽ സ്കിറ്റിന് ക്ലൈമാക്സ് ആയി. ഭ്രാന്തല്ല അവനെന്തും പറയാം. അപ്പോൾ ഷാജു സ്കിറ്റ് ചെയ്യോ? സ്ക്രിപ്റ്റ് ചെയ്യോ? ഞങ്ങൾ എൻ്റെ സ്കിറ്റൊക്കെ ഞാനും എൻ്റെ കൂടെ ചെയ്യണവരും കൂടി ഇരുന്ന് ചെയ്യണത്. അപ്പോൾ ഇരിക്കുന്നോറും ഇംപ്രവൈസ് ചെയ്തോണ്ട് എൻ്റെ സ്കിറ്റുകളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒരൊറ്റ ക്യാരക്ടർ ബേസ് ചെയ്തായിരിക്കും. അത് നാട്ടിൻ പുറത്തുള്ള ക്യാരക്ടർ ആയിരിക്കും മെയിൻ. ഒരാളെ വെച്ചിട്ട് നല്ലൊരു അളിയനായിരിക്കും. അപ്പോൾ അയാൾക്കൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈയിടെ ചെയ്തത് ഒരു പെട്ടി നഷ്ടപ്പെട്ട അധോലോക രാജാവാണ് സിംഗപ്പൂരിൽ നിന്ന് തന്നെ. പുള്ളിക്ക് ഇയർ ബാലൻസ് പോകും കിടക്ക് തോക്ക് ചൂണ്ടിക്കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ കൂടെ ചെല്ലി പുള്ളിക്ക് ഇയർ ബാലൻസ് പോകും. അപ്പോൾ ഉന്നം വെക്കണാളും കൂടെ ചെല്ലണം ഇങ്ങനെ. അങ്ങനെ ക്യാരക്ടറിന് സ്വഭാവം ഉണ്ടാക്കി വെക്കും എന്തെങ്കിലും. എല്ലാ സ്കിറ്റിലും ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഓഡിയൻസ് പ്രതീക്ഷിക്കും ഇപ്പോൾ അത് വരൂട്ടാ അങ്ങനെ പ്രതീക്ഷിക്കും. പിന്നെ ഒരു അളിയനായിട്ടാണ് പണ്ട് 11 കവിയിൽ നിന്ന് കറണ്ട് അടിച്ചങ്ങനെ പുള്ളിക്ക് പെട്ടക്കട്ടൊക്കെ ഇതിങ്ങനെ വരും. പൂക്കളം ഇടുമ്പോൾ അത് തട്ടി ഓണസദ്യയാണ് വീട്ടിൽ. സാമ്പാർ വിളമ്പോൾ അസുഖം വരും. എല്ലായിടത്തും കോരി ഒഴിച്ച് അങ്ങനത്തെ ക്യാരക്ടറുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലോണം ഓരോരുത്തരെ ഇങ്ങനെ കീൻ വാച്ചിങ് ഉണ്ട് അല്ലേ? നമ്മൾ എവിടെ പോയാലും വാച്ച് ചെയ്യും, ശ്രദ്ധിക്കും. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു സ്ഥലം വാച്ച് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരും. അതല്ല ഇവിടെ അല്ല, ഇവിടത്തേക്ക് മുമ്പ് ഞാൻ വേറെ സ്ഥലത്ത് ചെന്നായിരുന്നു. ഇവിടെ കുഴപ്പമില്ല. ഇതെന്തായാലും ഇതൊക്കെ എപ്പിസോഡ് വരാനുള്ള പ്രൊമോഷന്റെ ഭാഗമായിട്ട് എപ്പിസോഡ്. അല്ല ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ഞാനിനി ഈച്ച് ആൻഡ് എവറി സ്കിറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സാജു ഇനി എന്നെ വെച്ച് വല്ല കളിക്ക് വന്നു.
അതാണ് കളിയാക്കരുത്, നമ്മൾ അവർക്കും കൂടി ഇഷ്ടപ്പെടണം. ആ സത്യമാണ്. നല്ലൊരു നമ്മൾ സന്തോഷിക്കാനല്ലേ ഇങ്ങനത്തെയൊക്കെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം വന്ന് കാണുന്നത്. എന്നാലും അതല്ലേ ഏറ്റവും നല്ലത്.